ഓരോ വർഷവും തെക്കു പടിഞ്ഞാറൻ കാറ്റിനൊപ്പം അറബിക്കടലിന് മുകളിൽ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ കേരളക്കരയും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനായി തയ്യാറെടുക്കുന്നു. മൺസൂൺ കാലം കേരളത്തെ കുളിർപ്പിക്കുകയും നദികളെ പുനർജനിപ്പിക്കുകയും സമൃദ്ധമായ വിളവുകാലം സമ്മാനിക്കുകയും ചെയ്യുമെന്ന അറിവിനൊപ്പം കടലിനെ ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളെ മൺസൂൺ കാറ്റും മഴയും ബാധിക്കുന്നതെങ്ങനെയെന്ന അറിവും കൂടി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറ മുതലപ്പൊഴിയെ ആശ്രയിക്കുന്ന ചെറുകിട മത്സ്യത്തൊഴിലാളികൾ മൺസൂൺ കാലത്ത് നേരിടുന്ന കടുത്ത പ്രതിസന്ധികളെ അന്വേഷിക്കുകയാണ് സീ ട്രൈബ്സ്. മൺസൂൺ കാലത്ത് ഞങ്ങൾ ഇവിടുത്തെ കടലിനെ ആശ്രയിച്ചാണ് അതായത് പാരമ്പര്യം ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഈ ആഴമില്ലാത്തതുകൊണ്ട്, പുഴയിൽ കല്ലടിക്കിയത് കൊണ്ട് നമുക്കിവിടെ തീരം കിട്ടുന്നുണ്ട്. കടലിന് ആഴം കുറവാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് എൻജിൻ തറതട്ടും പൊട്ടും ഓടി അപ്പുറത്ത് കടക്കാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുഴയിലോട്ട് പോകുന്നത്. നമ്മൾ ഈ മൺസൂൺ കാലഘട്ടങ്ങളിൽ ഈ 3 മാസങ്ങളിൽ ഇവിടുത്തെ ഈ കമ്പവല മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നത് വളരെ ദുരന്തത്തിലും വലിയ പട്ടിണിയിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. കാരണം ഈ കമ്പവലകൾ ഈ 3 മാസങ്ങളിൽ കടലിലോട്ട് ഇറക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കടൽ ശക്തമായി അടിക്കുന്നതും ഈ തിട്ട പോലെയുള്ള മണ്ണ് കൂടിയിട്ടുള്ള വലിയ പൊക്കം കാരണത്താൽ ഈ കമ്പവല വള്ളങ്ങൾ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കരമടിയിൽ ഈ കമ്പവല വള്ളങ്ങളിൽ ജോലി ചെയ്യുന്നവർ തന്നെ ഏതാണ്ട് ഒരു 40 തൊഴിലാളികളുണ്ട്. ഈ 40 തൊഴിലാളികളെന്നുള്ള 40 കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ പണിക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ 3 മാസക്കാലങ്ങളിൽ. നമുക്ക് മുതലപ്പൊഴിയിൽ പണിക്ക് പോകാൻ പറ്റില്ല. ഈ കരമടി ഇവിടം കൊണ്ട് മാത്രമേ പണിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അതിലിറങ്ങാൻ പറ്റില്ല. നേരത്തെ ഈ മേഖല എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഈ കയർ മേഖല സംഭവിച്ചതോടുകൂടി പിന്നെ ഈ തൊഴിലുറപ്പ് കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പും കുറേ ഏതാണ്ട് 1 വർഷം കൊണ്ട് തൊഴിലുറപ്പും ഇല്ല. അപ്പോൾ ഈ മേഖല എന്ന് പറഞ്ഞാൽ പട്ടിണി മേഖലയാണ് യഥാർത്ഥത്തിൽ. മുതലപ്പൊഴിയിൽ കല്ലിട്ട കാരണങ്ങൾ കൊണ്ട് ഈ കല്ല് രണ്ടും കൂട്ടി ഒത്തുകിടക്കുന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ ആ മുതലപ്പൊഴിയുടെ അകത്ത് ശക്തമായ കടൽ മടങ്ങി അടിക്കാറുണ്ട്. ഇത് നേരിട്ട് പോണ മത്സ്യത്തൊഴിലാളികൾക്ക് പല അപകടങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെ 83 മരണങ്ങൾ സംഭവിച്ചു. ഈ കല്ലിട്ടതിൻ്റെ കാരണം കൊണ്ടാണ് 83 മരണവും സംഭവിച്ചത്. ഈ ആൾക്കാർ നീന്തി അപ്പുറത്തെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കല്ലുകൊണ്ടിട്ടത്. അതുമൂലം ഈ ആൾക്കാർ കല്ലിൻ്റെ ഇടയിലായി പോണ്. കടലടിക്കുമ്പോൾ തന്നെ ഈ കല്ല് തട്ടി അപകടങ്ങൾ സംഭവിക്കുന്നു. പിന്നെ ഏക്കറുകൾ ഈ വള്ളങ്ങൾ തന്നെ എന്തുമാത്രം കമന്ന് എന്തുമാത്രം നഷ്ടങ്ങളായി ഈ കല്ലിട്ട കാരണം കൊണ്ട് കടപ്പുറം പോയി. ഈ കടപ്പുറം പോയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഏക്കരൊന്നും പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ കാരണം കൊണ്ടാണ് ഞങ്ങൾ മുതലപ്പൊഴി പോണത്. മുതലപ്പൊഴി പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അപകടങ്ങൾ അതിൻ്റെ അപ്പുറത്തെ ദുരിതങ്ങളായി മാറുന്നു. ഞങ്ങളെ മരണങ്ങളാണ്. ഞങ്ങളെ ജീവൻ കയ്യിൽ പിടിച്ചാണ് അവിടെ പോണത്. ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് കുറവുകളെ കുറിച്ച് പറയുന്നതല്ലാതെ അവിടെ എന്ത് നിറവാക്കാന്ന് പറയുന്ന ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. സംവിധാനങ്ങൾക്ക് പോലീസ് സേനയ്ക്ക് മറൈനിൽ രക്ഷപ്പെടുത്താൻ 8 സ്റ്റാഫുകളേ ഉള്ളൂ. 8 സ്റ്റാഫുകളുടെ കുറവുകളെല്ലാം പറയുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്, പോലീസ് സേനയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ആംബുലൻസ് പോയി എത്താൻ പറ്റാത്തത്ര ഒരു ഇതിൽ നിൽക്കുന്നതാണ്. പിന്നെ എന്താ പറഞ്ഞത്, ഒരു സ്പീഡ് ബോട്ടോ ഏതൊരു ബോട്ടുണ്ട്, അത് ഒരു മെഷീൻ പ്രവർത്തിക്കുന്നു, അടുത്ത മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്ന് ചിന്തിച്ച് നോക്കണേ. നമുക്ക് ഇവിടെ കാലവർഷങ്ങളിൽ, അതായത് മൺസൂൺ കാലങ്ങളിൽ പ്രശ്നങ്ങൾ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സംവിധാനം ഒരുക്കുന്നത് എപ്പോഴാണ്? മൺസൂൺ തുടങ്ങിയതിന് ശേഷം ആൾക്കാരെ വിളിച്ചുകൂട്ടി സംസാരിക്കുമ്പോൾ പോലും അതിൻ്റെ ക്ലിയറൻസ്, അതായത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള വീഴ്ച, സർക്കാരിൽ നിന്നുള്ള വീഴ്ച. നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. മുതലപ്പൊഴിയിൽ ഇനി ഒരു അപകടം മൂലം ഒരു മരണം പോലും സംഭവിക്കരുതെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായാൽ ഞങ്ങൾ നീന്തിക്കര വരും. ഈ പുഴി ശരിയല്ലാത്തത് കൊണ്ടാണ് 84 എണ്ണം അവിടെ മരിച്ചത്. അത് ഒരു സെക്ഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കല്ലടുക്കിയിരിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം പുഴി സാധാരണ ഒരു അഴിയോ ഒരു പൊഴിയോ അത് തിരിച്ചിടുന്നത് തെക്കോട്ടാണ് തിരിക്കുന്നത്. ഏതൊരു കാരണവശാലും വടക്കോട്ട് തിരിക്കത്തില്ല. മൺസൂൺ കാലത്തെ തിര ശക്തമായിട്ട് അകത്തു വന്ന് കയറേണ്ട നല്ലൊരു സന്ദർഭം നമ്മൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്.
അതുകൊണ്ട് ഇനി ഇപ്പോഴും നടക്കുന്നത് ഒരു സെക്ഷൻ ഇപ്പോൾ വലിയ തിര ഇല്ലാത്തതുകൊണ്ട്, അതായത് മൺസൂൺ കാലം തുടങ്ങാത്തതുകൊണ്ട് നമുക്ക് തട്ടിയും മുട്ടിയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കാം. പക്ഷേ മൺസൂൺ കാലം വരുമ്പോഴത്തേക്ക് തിര വരാൻ വേണ്ടി നമ്മൾ തുറന്നു വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് വരുമ്പോഴത്തേക്ക് നമ്മൾ റോട്ടിൽ കൂടെ പോകുന്ന വണ്ടിയല്ല തിരിച്ചു വിടാൻ വേണ്ടി, ബ്രേക്കിട്ട് ചവിട്ടി നിർത്താൻ വേണ്ടി അവിടെ നിന്ന് വണ്ടി വെള്ളം തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവരുടെ നെഞ്ചാമുട്ടി പോയി കയറും, മരണം കൂടുതലായിട്ട് സംഭവിക്കും. അത് ചെറുവെള്ളമായിരിക്കട്ടെ വലിയ വെള്ളമായിരിക്കട്ടെ. ഇപ്പോൾ ഈ മുതലപ്പുഴ ഹാർബർ വന്നതിന് ശേഷം വടക്ക് ഭാഗം പോയി നമുക്ക് വള്ളം പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആശ്രയിക്കുന്നത് മുതലപ്പുഴ ഹാർബറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലം ഹാർബർ ആശ്രയിക്കും. മത്സ്യത്തൊഴിലാളി പകുതി വരെ ഇപ്പോൾ ഭയന്ന് മത്സ്യബന്ധനത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ വീടുകളൊക്കെ ഇപ്പോൾ പട്ടിണിയാണ്. ഇപ്പോൾ പകുതിയിൽ ഈ വർഷകാലം ആരംഭിക്കുന്ന സമയത്ത് പകുതിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി 220 മീറ്റർ ഇനിയും കല്ലടിച്ചാൽ മാത്രമേ ഈ ഹാർബർ പൂർത്തിയാക്കുകയുള്ളൂ. ഈ ഇപ്പോഴും അപകടകരമായ സ്ഥിതിയാണ്. എന്തെങ്കിലും കടൽ ക്ഷോഭമായി കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാമത് മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്ന ഒരു സംവിധാനം, ഇതിനെ നിയന്ത്രിക്കാനോ ഇവിടെ നിന്ന് മാറ്റാനോ നടപടി എടുക്കുന്നില്ല. പിന്നെ മത്സ്യത്തൊഴിലാളി പോകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി ഹാർബർ നിർമ്മിച്ച ഹാർബർ അത് പൂർത്തിയാക്കാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങളത് ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളി വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഓരോ നിരന്തരം ഒരു വള്ളം മറിഞ്ഞാൽ അതിനകത്തൊരു 30 തൊഴിലാളികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു 3 പേരെങ്കിലും അപകടത്തിൽ മരിച്ചിരിക്കും. ബാക്കിയുള്ളവർ അവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികളും തൊട്ടടുത്തുള്ള മത്സ്യത്തൊഴിലാളികളായ വള്ളങ്ങളിലുള്ള പണിക്കാരനാണ് പോയി അവരെ രക്ഷിക്കുന്നത്. ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ തൊഴിൽ, ഞങ്ങളുടെ കിടപ്പാടം, ഇത് മൂന്നും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങളിവിടെ നടപ്പിലാക്കിയോ? കാര്യം നിങ്ങൾ ആരും അന്വേഷിച്ച് ഈ വികസനങ്ങളൊന്നും കൊണ്ടുവരാതിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കിടന്ന്, ഞങ്ങൾ ഇവിടെ തന്നെ അധ്വാനിച്ച് ഇവിടെ തന്നെ മരിക്കുമായിരുന്നു. ഇപ്പോൾ മരണം നിങ്ങളായിക്കൂടി തരുന്ന മരണമാണ്. ഈ പൊഴി ഇപ്പം നിർമ്മിച്ചുകൊണ്ട് വരുന്നതും തെറ്റായിട്ടുള്ള പ്രവണതയാണ്. പൊഴി ഇങ്ങനെയല്ല തിരിക്കേണ്ടത്. പക്ഷേ നിങ്ങളിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലേ അവർ പറയും ഞങ്ങൾ പഠിച്ചതാണ്. നിങ്ങൾ എന്തോന്ന് പഠിച്ച്? മേശപ്പുറത്തിരുന്ന് പഠിച്ചതല്ല പഠിത്തം, കളത്തിൽ വരണം. ഞങ്ങൾ പറയുമ്പോൾ തന്നെ കാലവർഷം വരും. ഞങ്ങളുടെ ഒരു നിഗമനം അത് കറക്റ്റാണ്. ഇത് ഞങ്ങളോടൊപ്പം നിങ്ങൾ കടലിൽ വരണം. വന്ന് ഇതിൻ്റെ ഏറെക്കുറെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് കടലിലോട്ട് വരേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത ഒരു 5-10 വർഷത്തിനിടയ്ക്ക് ഞങ്ങളിപ്പോൾ മത്സ്യം പിടിക്കാൻ പോകുന്നത് 20 നോട്ടിക്കലിനപ്പുറത്താണ് ഞങ്ങൾ ഇപ്പം മീൻ പിടിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞത് ഈ അടുത്ത കാലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്ത മെക്കനൈസ്ഡ് ബോട്ടുകൾ, പ്രത്യേകിച്ച് റിങ്സീന് അവരുപയോഗിക്കുന്ന പെഴ്സീൻ വലകൾ ഉപയോഗിച്ച് ഇപ്പോൾ കടന്നു കയറി ഞങ്ങളുടെ മേഖലയിൽ വന്ന് മത്സ്യം പിടിച്ച് ഞങ്ങളുടെ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുകയാണ്. ഈ പെഴ്സീൻ വലകൾ 1986-84 കാലഘട്ടത്തിൽ നമ്മളെ കേരള ഹൈക്കോടതി ഇത് നിരോധിച്ചിട്ടുണ്ട്. ഇത് അപ്പീൽ പോയി 93-ൽ ഇത് സുപ്രീം കോടതിയിൽ ഇത് അപ്പീലായി പോയി സുപ്രീം കോടതിയിൽ വരെ ഇത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിരോധനം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും നിയമങ്ങളും കാര്യങ്ങളും KMFR ആക്ട് വരെ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ പെഴ്സീൻ എന്ന് പറയുന്നത് വലിയ വലകളാണ്. നീളം 2 കിലോമീറ്റർ നീളവും 100-200 മീറ്റർ വരെ ആഴത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ വരെ പോയി ചെറിയ മീനുകളെ വരെ പിടിക്കാനുള്ള ഒരു ഇതുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഇതിലും നമ്മളെ കേരള സർക്കാർ പുതിയ ജിയോ ഇറക്കിയിൽ അതിലും പറയുന്നുണ്ട് ഒരു നിശ്ചിത കണ്ണി വലിപ്പം. ഈ വലകൾക്കൊക്കെ 35 mm കണ്ണി വലിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നിയമവും മറച്ചു വെച്ചുകൊണ്ടാണ് ഇതിലുപയോഗിക്കുന്ന 22 mm 12 mm വല വെച്ചാണ് ഇവരിപ്പോൾ ഈ കരയ്ക്ക് വന്ന് മീൻ പിടിക്കുന്നത്. ബോട്ടുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ദൂരവും ഇതുപോലെ തന്നെ 12 നോട്ടിക്കൽ പടിഞ്ഞാറാണ്. പകലായിരുന്നാലും നൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ട്രോളിംഗ് ബോട്ടുകൾക്ക് നൈറ്റ് ട്രോളിംഗ് പാടില്ല. ഇവിടെ ഈ മേഖലയിൽ 12 നോട്ടിക്കൽ കരയ്ക്ക് വന്ന് ഞങ്ങളുടെ പരമ്പരാ മത്സ്യത്തിലുള്ള വല കയറി നശിപ്പിക്കുകയും ഒരുപാട് കേസുകൾ തന്നെ ഇപ്പോൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് വലകൾ നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ നടപടി എഴുതേണ്ട മെറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞത് അവർക്ക് വേണ്ട സ്ട്രെങ്തോ ഫോഴ്സോ ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് ഇൻബോണ്ടിങ് ചെയ്യാൻ വേണ്ടി ഓഫീസർ ഇല്ലാത്തതുകൊണ്ടും വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ പെട്രോളിംഗ് നടത്താത്തത്. പക്ഷേ പെട്രോളിംഗ് നടത്തുന്നത് ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചുമ്മാ വന്ന് കറങ്ങി തിരിച്ചു പോകുന്നതല്ലാതെ ഒരു നടപടിയും ഈ അടുത്ത കാലം കൊണ്ട് എടുത്തിട്ടില്ല. നമ്മളെ മൺസൂൺ കാലത്തിൽ നമ്മൾ ഈ വർഷങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പാട് പെടുമ്പോൾ ഇവിടെ നമ്മളൊന്ന് കിടന്ന് അനുഭവിക്കുക. ഈ മൺസൂൺ കാലത്തിൽ ഈ പോട്ടുകാർ മാത്രമല്ല, ഈ വലിയ വെള്ളം അവന്മാർ വലിയ വെള്ളമൊക്കെ വഞ്ചി വെള്ളം കൊണ്ടുവന്നിട്ട്
നമ്മളൊക്കെ അവർ നശിപ്പിക്കുകയാണ്, മൊത്തത്തിൽ നശിപ്പിക്കുകയാണ്. ഒക്ടോബർ വരെ ഉണ്ട്. അത് മെയ് മാസം തുടങ്ങുന്നതാണ്. ഇത് അവന്മാർ പേർ എല്ലാം കോരിയെടുത്തിട്ട് പോകുന്നു. പിന്നെ നമ്മൾ എവിടെ പോയി ജീവിക്കും? മനുഷ്യൻ്റെ ജീവിക്കണ്ടേ? വർഷകാലം വരുമ്പോൾ കാലാവസ്ഥയിൽ നമ്മൾ എവിടെ പോകും? അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ കടലിൽ അവകാശപ്പെട്ട മനുഷ്യർക്ക് എവിടെ പോയി ജീവിക്കും? ഓരോ കാലവർഷവും ഇവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തെക്കാളുപരി അതിജീവനമായി പരിണമിക്കുന്നു. ഉപജീവനത്തിനായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി ജീവനോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നത് തൊഴിലിടങ്ങളും ജീവനും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ സർക്കാരിനോടുള്ള അവരുടെ അടിസ്ഥാനപരമായ അവകാശവാദമാണ്. യന്ത്രവൽകൃത മത്സ്യബന്ധന രീതികൾ കടലിനെയും കടൽ മത്സ്യസമ്പത്തുകളെയും അമിതമായി ചൂഷണം ചെയ്യുമ്പോൾ MSC എൽസ 3 പോലുള്ള വൻകിട കപ്പൽ ദുരന്തങ്ങൾ കടലിലും തീരദേശത്തും സൃഷ്ടിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളും സുരക്ഷിതമാക്കേണ്ട മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ തൊഴിലിടങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. മറ്റൊരു കാലവർഷം കൂടി തീരമടുക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു: എത്ര ജീവനുകൾ കൂടി നഷ്ടപ്പെട്ടാലാണ് വാഗ്ദാനങ്ങൾക്ക് പകരം നടപടികൾ ഉണ്ടാകുക?